ഡോക്ടർ, ഈ ചെറുപ്പക്കാരായ പുരുഷന്മാർ പിന്നെ അതേപോലെ ഈ മിഡിൽ ഈസ്റ്റ് ആയിട്ടുള്ളവരിൽ കാണുന്നൊരു പ്രശ്നം ഈ മൂത്രത്തിൻ്റെ ഒരു പ്രശ്നം, അങ്ങനെ വരുന്നവരിൽ എന്താണ് ഇതിൻ്റെ മെയിൻ കാരണം? അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ മൂത്രമൊഴിക്കുന്നതിന് ബുദ്ധിമുട്ട് പറയുന്നതിൻ്റെ ഇപ്പം ഈ ചോദ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. കാരണം എൻ്റെ OPD-യിൽ ഓൾമോസ്റ്റ് 20% ഓഫ് ദ പേഷ്യൻസ് യങ്സ്റ്റേഴ്സ്, യങ് മെയിൽസ് ഓർ മിഡിൽ ഏജ് വിത്ത് വോയിഡിങ് ഡിഫിക്കൽട്ടി, അതായത് മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട്. പണ്ടൊന്നും ഇത്ര നമ്പേഴ്സിൽ കാണാറുണ്ടായിരുന്നില്ല. ഇപ്പം ഒത്തിരി ചെറുപ്പക്കാരിൽ ഇത് കാണുന്നുണ്ട്. അത് കൂടാൻ എന്താ കാരണം കണ്ടുപിടിക്കണം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു അപ്രോച്ച് മധ്യവയസ്കന്മാർ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ചിലപ്പോൾ അൺമാരീഡ് ആയിരിക്കും, ന്യൂലി മാരീഡ് ആയിരിക്കും. അപ്പം മൂത്രത്തിന് അങ്ങനെ ഒരു തടസ്സം വരിക, അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ സ്പീഡ് കുറയുമ്പോൾ അത് വളരെ പ്രാധാന്യമാണ്. കാരണം എന്താ വെച്ചാൽ മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നത് മാത്രമേ നമ്മൾ വൃക്കയെ ബാധിക്കും, മൂത്രസഞ്ചിയെ ബാധിക്കും. ഓക്കെ, വൃക്കരോഗിയായി മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ആദ്യം ഇതിൽ സിംറ്റംസ് വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ടെസ്റ്റ് ചെയ്യണം. സാധാരണ മൂത്രപരിശോധന, ബ്ലഡ് ടെസ്റ്റ്, കിഡ്നിയുടെ ടെസ്റ്റ്, അൾട്രാസൗണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു സിമ്പിൾ ടെസ്റ്റാണ്, ഒരു മെഷീനിൽ മൂത്രമൊഴിക്കുക, യൂറോഫ്ലോ ടെസ്റ്റ്. അതനുസരിച്ചിട്ട് അതിൽ ഗ്രാഫ് നമുക്ക് തകരാറുണ്ടെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ടെസ്റ്റാണ് ഫ്ലെക്സിബിൾ സിസ്റ്റോസ്കോപ്പ്. ഞങ്ങളുടെ ക്ലിനിക്കിലെല്ലാം അപ്പം തന്നെ ചെയ്യും. അപ്പം ഒരു ടാബ്ലറ്റ്സ് ആൻറ്റിബയോട്ടിക് ഒരു 10 മിനിറ്റ്സ് കഴിച്ചാൽ മൂത്രസഞ്ചിയിൽ ഫ്ലെക്സിബിൾ സിസ്റ്റോസ്കോപ്പി ചെയ്താൽ കണ്ടുപിടിക്കും. ഫ്ലെക്സിബിൾ സിസ്റ്റോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് ഗുണങ്ങൾ എന്താ വെച്ചാൽ ഹോൾ മൂത്രക്കോളിൽ നമുക്ക് പുരുഷന്മാരിൽ കാണാൻ പറ്റും. മൂത്രക്കോളിലെ പ്രോബ്ലം ആണെങ്കിലും മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടാണ്, സ്ട്രിക്ചർ എന്ന് പറയും, അത് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ പ്രോസ്റ്റേറ്റ് ആണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതല്ലാണ്ട് ഹൈ റൈഡിങ് ബ്ലാഡർ നെക്ക്, പ്രോസ്റ്റേറ്റിൽ തന്നെ ഒരു അതുഭാഗം ഭേദമാണ്, യങ്സ്റ്ററിൽ കാണുന്നതാണ്. ബ്ലാഡർ നെക്ക് ഒബ്സ്ട്രക്ഷൻ, ഇതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മൂത്രസഞ്ചി കേടുപാടുകൾ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ചെറുപ്പക്കാരിലും മധ്യവയസ്കരിലും ഒരു ചെറിയൊരു പ്രോബ്ലം വെച്ചാൽ ഈ ബ്ലാഡർ നെക്ക് ഒബ്സ്ട്രക്ഷനും ഹൈ റൈഡിങ് നെക്കിനും നമ്മൾ പ്രോസ്റ്റേറ്റിന് കൊടുക്കുന്ന മരുന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ഇനീഷ്യൽ ലക്ഷണങ്ങളൊക്കെ ഒരു പരിധി വരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിലും അത് ഒരു മാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗ്രാഫ് എടുത്ത് നോക്കും, വളരെ മെച്ചമില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് നോക്കണം. അപ്പോൾ ഇതിൽ ഒരു പ്രോബ്ലം എന്ത്, ഈ പ്രോസ്റ്റേറ്റിൽ മരുന്നെല്ലാം കഴിക്കുമ്പോൾ ശുക്ലത്തിൻ്റെ അളവ് കുറയും, ആൻറ്റിഗ്രേഡ് ഇജാക്കുലേഷൻ വളരെ ചാൻസ് കുറവാണ്. ലൈംഗിക ജീവിതത്തിനെ ബാധിക്കാം, കുട്ടികളുണ്ടാവുന്നതിനെ ബാധിക്കാം യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ. അപ്പോൾ അതൊരു ഇഷ്യൂ തന്നെയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻസ് ഇല്ല അതിനിപ്പം. ആദ്യം എന്താ വെച്ചാൽ പിന്നെ നമുക്കത് ആ ബ്ലാഡറിനൊക്കെ മൂത്രം വരുന്ന വഴി ബ്ലാഡറിനൊക്കെ ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ നമ്മൾ ലേസർ കൊണ്ടൊക്കെ കട്ട് ചെയ്താൽ പിന്നെ പെർമനൻ്റ് ആയിട്ട് കുട്ടികൾ ഉണ്ടാവാനോ റെട്രോഗ്രേഡ് ഇജാക്കുലേഷനൊക്കെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകും. ചില ആൾക്കാർക്ക് ഉദാഹരണക്കുറവുണ്ടാവും. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു ലേറ്റസ്റ്റ് മെത്തേഡ് വന്നിട്ടുണ്ട്, ഐറ്റിൻഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം അതൊരു നിറ്റിനോൾ ഡിവൈസാണ്. ഓക്കെ, അപ്പം ആ ഐറ്റിൻഡ് ഡിവൈസ് നമുക്ക് ഒരു ടെമ്പററി ഇംപ്ലാന്റ് ആണ്, നെറ്റിനോളിൻ്റെ ഒരു ഇംപ്ലാന്റ് ആണ്. അത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാരിലാണെങ്കിലോ മധ്യവയസ്കരെ നമ്മൾ മൂത്രസഞ്ചി ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് പ്രോബ്ലം എന്ന് വെച്ചാൽ അവരോട് പറയാം നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഐറ്റിന്. അപ്പോൾ കേരളത്തിൽ ഐറ്റിൻ്റെ ആദ്യമായിട്ട് ചെയ്തത് ഞങ്ങളാണ് ചെയ്തത്. ഇപ്പോഴും ഐറ്റിൻ്റെ എവിടെയും തുടങ്ങിയിട്ടില്ല. അപ്പോൾ സോ ദ തിങ് ഇസ് ദാറ്റ് ഇന്ത്യയിൽ തന്നെ 45 കേസായി. ബട്ട് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഇത് വളരെയധികം ഉണ്ടായിരുന്നു. അത് വളരെ കോസ്റ്റ്ലി ആയിരുന്നു ആദ്യം. ഇപ്പോൾ ആ ഒരു ഐറ്റിൻ ഇംപ്ലാന്റ് ഒരു അഫോർഡബിൾ പ്രൈസിൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളാണ് അത് തുടങ്ങിയിരിക്കുന്നത് കേരളത്തിൽ. അപ്പം അതിലെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സഡേഷനിൽ, ഈവൻ ലോക്കൽ അനസ്തീസിയയിൽ പോലും ചെയ്യാം, അല്ലെങ്കിൽ ഒരു മൈൽഡ് സഡേഷനിൽ ആ നിറ്റിനോൾ ഡിവൈസ് നമ്മൾ മൂത്രസഞ്ചിയിലെ ആ പ്രോസ്റ്റേറ്റിൻ്റെ ആ ഭാഗത്തേക്ക് ഇംപ്ലാന്റ് വിക്ഷേപിക്കുന്നു. അന്ന് തന്നെ പേഷ്യൻ്റ് ട്യൂബ് ഒന്നും ഉണ്ടാവില്ല, അന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. 5 ദിവസം കഴിഞ്ഞ് വരും, ഇംപ്ലാന്റ് സെഡേഷനിൽ റിമൂവ് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. സോ സിമ്പിൾ. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോസ്റ്റേറ്റിൻ്റെ 12, 5, 3 പൊസിഷനിൽ. ഓക്കെ, അപ്പം ഇതിൽ 5 and 7 o'clock പൊസിഷൻസിൽ ഒരു മെഴ്സിഡസ് ബെൻസ് സൈൻ പോലെ അതുപോലെ നമുക്ക് ആ നിറ്റിനോളിൻ്റെ ഇംപ്ലാന്റ് വന്ന് ടച്ച് ചെയ്യും. അത് നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ റീഷേപ്പ് ചെയ്യും, റീമോഡൽ ചെയ്യാണ്. 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ റീമോഡൽ നടക്കും. അത് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10, 20, 25 വർഷത്തേക്ക് നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ലിറ്ററേച്ചർ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവർക്ക് പ്രോസ്റ്റേറ്റ് ലിമിറ്റ് പിന്നെ നമുക്ക് സാധാരണഗതി ഒരു മാസം മരുന്ന് കഴിച്ചാൽ പിന്നെ മരുന്നിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് യൂറിൻ്റെ ഫ്ലോ നന്നായിട്ട് തുടങ്ങാൻ തുടങ്ങും. കുട്ടികളുണ്ടാവാത്ത ആൻറ്റിഗ്രേഡ് ഇജാക്കുലേഷൻ്റെ അവോയ്ഡ് ചെയ്യുന്ന പ്രശ്നമില്ല, റെട്രോഗ്രേഡ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ശുക്ലം വരും, സെക്ഷൽ ആക്ടിവിറ്റി ബാധിക്കുന്നില്ല. പക്ഷേ ആക്ച്വലി ഇറ്റ്സ് എ വെരി ബിഗ് ബോൺ, വലിയൊരു അനുഗ്രഹമാണ് ഐറ്റിൻ്റെ ഈ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം നമ്മളിപ്പോൾ ഒത്തിരി കേസുകളിൽ ഐറ്റിൻ്റെ കൊടുത്തതിൽ നമ്മൾക്കെല്ലാം വെരി ഗുഡ് റിസൾട്ട്സ് ആണ് വരുന്നത്. ഈവൻ ട്യൂബില്ല, മരുന്നില്ല, ആ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ആൻഡ് ഇറ്റ്സ് എ വെരി ഈസിയസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് വേ ടു ട്രീറ്റ്
bladder neck obstruction, grade 1 to 2 prostate and high riding bladder neck. ഈ 3-4 കണ്ടീഷൻസിൽ എല്ലാ പ്രോസ്റ്റേറ്റ് സംബന്ധിച്ചാണ് ഇതിനെല്ലാം ഒരു വണ്ടർഫുൾ സൊല്യൂഷനാണ് ഐറ്റിൻറ്റ്. ഈ പ്രോസ്റ്റേറ്റ് റീഷേപ്പിംഗ് എന്ന് പറയുമ്പോൾ അത് കാരണം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? ഇല്ല, നത്തിങ്. ഇറ്റ്സ് എ റീമോഡൽ ചെയ്യുന്നത്. അപ്പം ആ പ്രഷർ എഫക്ട്സിൽ പ്രോസ്റ്റേറ്റ് ആ ഉള്ളിൽ വഴി തുറക്കും. നത്തിങ്. ബ്ലീഡിങ് യെസ് ഡെഫിനറ്റ്ലി. നമുക്ക് ഐറ്റിൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ 1-2 ദിവസം ചിലപ്പോൾ ചെറിയ 1-2 തുള്ളി രക്തം പോകുന്ന പോലെ കാണാമായിരിക്കാം, ചിലൊക്കെ പുകച്ചിലൊക്കെ ഉണ്ടാവായിരിക്കും. പിന്നെ ഐറ്റിൻറ്റ് നമ്മൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഐറ്റിൻറ്റ് ഇടാറില്ല. പിന്നെ മൂത്രം വരുന്ന വഴിയിൽ സ്ട്രിക്ചർ ഉണ്ടാവുക, മൂത്രസഞ്ചിയിൽ കല്ലുണ്ടാവുക, അങ്ങനത്തെ കേസൊന്നും ഐറ്റിൻറ്റ് സ്യൂട്ടബിൾ അല്ല. വളരെ ലാർജ് ഗ്ലാൻഡ്, വലിയ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന കുറവാണ്. എന്നാൽ വലിയ ലാർജ് ഗ്ലാൻഡ്, പിന്നെ മീഡിയൽ ലോബ് എന്ന് പറഞ്ഞ സാധനമുണ്ട് പ്രോസ്റ്റേറ്റ്, അതൊക്കെ ഉണ്ടെങ്കിൽ ഐറ്റിൻറ്റ് സ്യൂട്ടബിൾ അല്ല. അതൊക്കെ നമുക്ക് ഒരൊറ്റ ഫ്ലെക്സിബിൾ സിസ്റ്റോസ്കോപ്പിക്ക് അപ്പം തന്നെ മനസ്സിലത് സൂട്ടബിൾ ആണോ ഇല്ലയെന്ന് അപ്പം തന്നെ രോഗിയോട് പറയാൻ പറ്റും. ഈ ഫ്ലെക്സിബിൾ സിസ്റ്റോസ്കോപ്പി ഭയങ്കര ഇൻവേസീവ് അല്ലേ? നത്തിങ്. ഇറ്റ്സ് ജസ്റ്റ് ഇപ്പോൾ ഒന്നുമില്ല. നമുക്ക് എന്താണ് ഇൻവേസീവ് എന്ന് വെച്ചാൽ, നമുക്ക് വായൻ്റെ ഉള്ളിൽ ഒരു തൊണ്ടയിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, എങ്ങനെയാ ഡോക്ടർ നോക്കുക? അതുപോലെ ജസ്റ്റ് ലൈറ്റ് അടിച്ച് നോക്കുക. ഇത് ക്യാമറ ടെസ്റ്റ് എന്നേ എത്ര ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പോഴത്തെ ഫൈബർ സ്കോപ്സ് ഒക്കെ വളരെ തിന്നല്ലേ. മൂത്രക്കോളിൽ മരുന്നിട്ട് ഒരു ജെല്ലിയിലുള്ള ഒരു ഫുൾ ലിഗ്നക്കൈൻ ജെല്ലി തെറിപ്പിച്ച് കഴിഞ്ഞാൽ ആ ട്യൂബ് പോകുന്ന തന്നെ ഒരു സ്വിം ചെയ്തിട്ടാണ് പോകുന്നത്, നീന്തിയിട്ടാണ് പോകുന്നത്, എവിടെയും ടച്ച് ചെയ്യില്ല, നേരെ പോകും ബ്ലാഡറിലെത്തി. നമുക്ക് എന്താ റീസൺസ് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇതിലൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയണം, ഇപ്പം യൂറോപ്പിലും US-ലും ഫ്രാൻസിലൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ ഫ്ലെക്സിബിൾ സ്കോപ്പിയോ ഓഫിസ്കോപ്പിയോ വളരെ പാർട്ടാണ്. പേഷ്യൻ്റ് അപ്പം തന്നെ നമ്മൾ നോക്കും. ഇപ്പം ഞങ്ങളുടെ ക്ലിനിക്കിലും പേഷ്യൻ്റ് വന്ന സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇഫ് ഇറ്റ് ഇസ് ദർ, ഞങ്ങൾ ടാബ്ലറ്റ് ഇഫ് ദേ ആർ വില്ലിങ് അപ്പം തന്നെ നമ്മൾ ചെക്ക് ചെയ്യും. ഇറ്റ്സ് നോട്ട് വെരി എക്സ്പെൻസീവ് ടെസ്റ്റ് ഓൾസോ. ഈ ഐറ്റിൻ്റെ എത്ര കാലത്തേക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നത്? ഇപ്പോൾ ലിറ്ററേച്ചേഴ്സ് പറയുന്നത് വെച്ചാൽ നല്ലൊരു പെർമനൻറ്റ് ക്യൂർ യങ്സ്റ്റേഴ്സിൽ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഭാവിയിൽ നെക്സ്റ്റ് 10-20-30 വർഷം കഴിഞ്ഞ് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, ലേസറോ കാര്യങ്ങളോ ചെയ്യാം. ബട്ട് മെജോറിറ്റി ഓഫ് ദ പേഷ്യൻ്റ് അപ്പോഴത്തേക്ക് അവരുടെ പർപ്പസ് സോൾവ് ആയി, ദേ വിൽ ബി ഹാവിങ് എ വെരി ഗുഡ് ലൈഫ്, ക്വാളിറ്റി ഓഫ് ലൈഫ് വിൽ ബി വെരി ഗുഡ്. ഇംപ്ലാന്റ്സ് വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ടൈപ്പ് ഓഫ് കോംപ്ലിക്കേഷൻസ്? ഇംപ്ലാന്റ് വെക്കുന്നതിനെ കൊണ്ട് ഇറ്റ്സ് എ നോട്ട് എ ലോങ് ടേം ഇംപ്ലാന്റ്. ഓൺലി 5 ദിവസത്തെ ഇംപ്ലാന്റ് ആണ്. 5 ദിവസം കഴിഞ്ഞ് നീക്കം ചെയ്യല്ലേ. അത് കഴിഞ്ഞ് നിങ്ങൾ മരുന്നുമില്ല, ഒന്നുമില്ല, യു ആർ ഫ്രീ. സോ മെഡിക്കേഷൻസിന്റെ ആവശ്യമില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു 1 month വരെ മാക്സിമം കൊടുക്കണം, അത്രയേ ഉള്ളൂ. കാരണം അവിടെ ഒരു നീരോ കാര്യങ്ങളൊക്കെ വന്നിട്ട് സെറ്റിലാക്കാനുള്ള ആ ടൈമിങ് അത്രയേ ഉള്ളൂ. ഈവൻ ഐറ്റിൻ്റെ എടുത്തു കഴിഞ്ഞ ഉടനെ സെക്ഷൽ ആക്ടിവിറ്റി അതൊക്കെ നോർമലായിരിക്കും. അതിനുശേഷം എന്തെങ്കിലും പ്രിവെന്റ് ചെയ്യാൻ, ലൈക്ക് ഇന്ന കാര്യം ചെയ്യരുത് അങ്ങനെ എന്തെങ്കിലും? നത്തിങ്. ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ സാധാരണ ഒരു വെള്ളം ധാരാളം കഴിക്കുക, സ്പൈസി ഫുഡ് കുറയ്ക്കുക. പിന്നെ പ്രോസ്റ്റേറ്റ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന റെഡ് മീറ്റ് ആണ്, അതിന് പ്രോസ്റ്റേറ്റിന് നല്ല ഗ്രോത്ത് കിട്ടും. സോ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ പറയുക. ആൻഡ് റെഗുലർ എക്സസൈസ്, ദാറ്റ്സ് ഇറ്റ്. ഈ പ്രോസ്റ്റേറ്റ് വീക്ക് ഉള്ളവർക്ക് എക്സസൈസ് പാടില്ല എന്നൊക്കെ ഒരു മിത്ത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇതും തമ്മിൽ എന്തെങ്കിലും? പ്രോസ്റ്റേറ്റ് ഉള്ളവർക്ക് ഐ ഹാവ് നെവർ ഹേർഡ് ലൈക്ക് ദാറ്റ്. എല്ലാ എക്സസൈസും ചെയ്യാം, നോ ഇഷ്യൂ. ബട്ട് യൂറിനൊക്കെ നിന്ന് പോയ സമയത്ത് പോയി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഫുൾ ബ്ലാഡറിലൊക്കെ ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ പ്രോസ്റ്റേറ്റ് ഇസ് എ ഓർഗാൻ വിച്ച് ഇസ് എ നോർമൽ ഓർഗാൻ. ഓക്കെ, അപ്പോൾ ബോഡിയിലുള്ളത് നോർമൽ മെയിൽ ആക്സസറി റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള ഒരു സാധനമാണ്. അപ്പം ചില പേഷ്യൻസ് വന്നിട്ട് ഒരു നോർമലായൊരു അൾട്രാസൗണ്ട് പ്രോസ്റ്റേറ്റ്സ് എന്ന് കാണുമ്പോഴത്തേക്ക് സർ പ്രോസ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരും. പ്രോസ്റ്റേറ്റ് ഇല്ലാണ്ട് എങ്ങനെ മെയിൽസ് ഉണ്ട്? ഇറ്റ്സ് എ നോർമൽ തിങ്. സോ പാനിക് ആവേണ്ട ആവശ്യമില്ല. ബട്ട് മൂത്രമൊഴിക്കാനുള്ള സിംറ്റംസോ അങ്ങനെ എന്തുണ്ടെങ്കിൽ നമ്മൾ നോക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, യൂറിനറി സിംറ്റം ഇപ്പം പറയുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇൻസിഡൻസസ് നന്നായിട്ട് കൂടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആഫ്രിക്കൻ അമേരിക്കൻസിലാണ് ഏറ്റവും കൂടുതൽ അഗ്രസീവ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെന്ന്. അതായത് ഇപ്പം നമ്മൾ പണ്ട് ഏഷ്യയിലുള്ള പ്രോസ്റ്റേറ്റ് ഡിസീസ് വളരെ സോഫ്റ്റ് ആയിരുന്നു, അതായത് വലിയ അപകടകാരിയായിരുന്നില്ല. ആഫ്രിക്കൻ അമേരിക്കൻസിൽ അവിടേക്കുള്ള കോണ്ടിനെൻസിൽ അവിടെയൊക്കെ ആണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഡിസീസ് ക്യാൻസറിനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ലാസ്റ്റ് 1 decade ആയിട്ട് ഇന്ത്യയിലും ആ ടെൻഡൻസി ട്രെൻഡ് കാണുന്നുണ്ട്. ക്യാൻസർ ഇൻസിഡൻസ് വളരെ കൂടുന്നുണ്ട്. ദൗർഭാഗ്യമായിട്ട് ഞങ്ങൾ അത് ഡയറ്റ് പല കാരണങ്ങളുണ്ടാവും. ഇപ്പം കഴിഞ്ഞ ഇതിൽ നമ്മൾ കണ്ടത് 40 years മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് നോക്കുന്ന സമയത്ത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അത് എല്ലിലേക്ക് പടർന്നു കഴിഞ്ഞു, എന്താ പറയുക, അഗ്രസീവ് ക്യാൻസർ. അപ്പോൾ അങ്ങനെയും വരുന്നുണ്ട്. അപ്പം മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ യങ്സ്റ്ററാന്ന് പറഞ്ഞിട്ട് ലൈറ്റായിട്ട് എടുക്കരുത്. പണ്ടൊക്കെ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ടെസ്റ്റൊക്കെ നമ്മൾ ചെയ്യുക ഒരു 55-60s നമ്മൾ പഠിക്കുന്ന കാലത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 35-40 years വരുമ്പോൾ ഞങ്ങൾ PSA അതൊക്കെ ചെക്ക് ചെയ്തിട്ട് അഗ്രസീവ് സ്ക്രീനിങ് ചെയ്യണം. എസ്പെഷ്യലി ഹൈ റിസ്ക് ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിങ് ഒക്കെ ചെയ്യണം.
ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ലക്ഷണം ഇല്ലാണ്ട് ഉള്ളവർക്കും വന്നൂടെ? യെസ്, അസിംറ്റമാറ്റിക് ആയിട്ട് വരാം, ഒരു കുഴപ്പമില്ല. അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറേ ഇപ്പം 60 years 70 years 80 years ഒക്കെ ഉള്ളതാണ്, ഒരു ലക്ഷണങ്ങളൊന്നുമില്ല, ഒരു ലോ ഗ്രേഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് നമുക്കുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ തന്നെ ഉണ്ട്, ആക്റ്റീവ് സർവൈലൻസ് ആണ്. ട്രീറ്റ്മെൻറ്റ് ആക്റ്റീവ് ആയിട്ട് ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് PSA ഇത് നോക്കി രോഗിയെ നോക്കുക. ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ, മലദ്വാരം വിരലിട്ട് നമ്മൾ പ്രോസ്റ്റേറ്റ് പരിശോധിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റും കൂടിയുണ്ട് ആക്റ്റീവ് സർവൈലൻസ് ലോ റിസ്ക് ഗ്രൂപ്പിൽ. ബട്ട് ഹൈ റിസ്ക് ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ റോബോട്ടുണ്ട്, റോബോട്ടിക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ മൂത്രത്തിന് കൺട്രോൾ ഉണ്ടാവും എല്ലാം. ഇപ്പം നമ്മൾ ഒത്തിരി കേസ് റോബോട്ടിക് ഡാവിഞ്ചി റോബോട്ട്സിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വൺ ഗോ ട്രീറ്റ്മെൻ്റ് ആണ് അതിൽ. സോ പ്രോസ്റ്റേറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് വിത്ത് അവോയ്ഡിങ് ഡിഫിക്കൽട്ടി, മിഡിൽ ഏജ് വിത്ത് വാമിറ്റിംഗ് ഡിഫിക്കൽട്ടി. ഹാപ്പി ന്യൂസ് ഇസ് ഐറ്റിൻറ്റ്. എന്തെങ്കിലും മരുന്ന് ഫലിക്കാതെ അതിൻ്റെ പാർശ്വഫലങ്ങൾ വരെ കുട്ടികളില്ലാതെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഐറ്റിൻറ്റ് ആ രോഗിക്ക് പറ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. എല്ലാ രോഗികൾക്കും ഐറ്റിൻറ്റ് സൂട്ടബിൾ അല്ല. അപ്പോൾ സ്കോപ്പ് ചെയ്ത് തീരുമാനിച്ചിട്ട് ഇറ്റ്സ് എ ബ്ലെസ്സിങ്.